അടിപൊളി ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പത്തനംതിട്ട ജില്ലയിലാണ് നിൽക്കുന്നത്. ട്രാവൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഇപ്പോഴേ പറഞ്ഞേക്കോ. അപ്പോൾ വെറൈറ്റി ഫുഡ് കിട്ടുന്ന കടകളൊക്കെ നോക്കി ഇങ്ങനെ നമ്മൾ തപ്പി നടന്നപ്പോൾ നമുക്ക് ഒരു ചിക്കൻ ഐറ്റംസിൽ വെറൈറ്റി ധാരാളമായിട്ട് കിട്ടുന്ന ഒരു കട കൂടിയാണ്. ഇത് മെയിൻ റോഡാണ് കേട്ടോ, പത്തനംതിട്ട റിംഗ് റോഡിൻ്റെ സൈഡുകളാണ്, എപ്പോഴും വണ്ടി ഇങ്ങനെ തിരക്കുകളാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ വരുന്ന റോഡ് സൈഡ് ഒരു സ്ഥിതി ചെയ്യുന്ന ഒരു കടയാണ് ബെൽപെപ്പർ എന്ന കട. കണ്ടോ, ഈ കടയിലാണ് ചിക്കൻ ഐറ്റംസ് വെച്ചുള്ള ധാരാളം വിഭാഗങ്ങളുണ്ട്. ഇത് ധാരാളം പേര് കഴിക്കുന്ന തന്നെ, അവരുടെ ടേസ്റ്റ് കൊണ്ട് തന്നെ ഈ കട പബ്ലിസിറ്റി ആയ കടയും കൂടെ. അപ്പോൾ പല ഫ്രണ്ട്സും നമ്മുടെ പല ഐറ്റംസ് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്, ആരും മോശം പറഞ്ഞിട്ടില്ല. അത് തന്നെ, എന്നാലും നമ്മളൊന്ന് വെറൈറ്റി എന്ന രീതിയിൽ കൂടെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം, ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അന്നേരം ഇത് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിൽ വെറ്റിപ്പുറം ജംഗ്ഷന് റിംഗ് റോഡിൻ്റെ സൈഡിൽ ലെഫ്റ്റ് സൈഡിലാണ് സ്ഥിതി ചെയ്യുന്ന ഒരു ബെൽപെപ്പർ എന്ന് പറഞ്ഞ ഹോട്ടലാണ്. നമുക്ക് അന്നേരം അങ്ങോട്ട് കയറിയിട്ട് അവർ ഷവർമ ഉൾപ്പെടെ അൽഫാമ എല്ലാം കുറേ വെറൈറ്റി ഐറ്റം ഉണ്ട്. നമുക്കൊന്ന് അൽഫാം കഴിച്ച് നോക്കാം അല്ലേ? അതല്ല, അൽഫാമിൻ്റെ ഐറ്റം ഒന്ന് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നമുക്കന്നേരം അവിടെ പോയി ഓർഡർ പറഞ്ഞ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ കുറേ ഐറ്റംസ് ചിക്കൻ്റെ ഉൾപ്പെടെ കുറേ ഐറ്റംസ് കിട്ടും നമുക്ക്. അന്നേരം അവിടെ കയറിയിട്ട് നമുക്ക് ഇവിടുത്തെ വെറൈറ്റി ഒരു ഐറ്റമാണ് അൽഫാം എന്ന് പറഞ്ഞ്, നമുക്ക് അതൊന്ന് കഴിച്ച് നോക്കാം. അതുകൊണ്ട് ഇവിടെ ഷവർമയൊക്കെ, ചിക്കൻ ഷവർമ റോളും അങ്ങനെയുള്ളതൊക്കെ വേണ്ട കണ്ടോ, ഗ്രില്ലിനകത്ത് നിന്ന് നല്ലപോലെ ആകുന്നുണ്ട്. ഈ ഷവർമ ഐറ്റംസ് കൊള്ളാൻ തീരും. അതുപോലെ ധാരാളം തിരക്കുണ്ടായിട്ട് തന്നെ ബാക്കി അകത്തോട്ട് കയറണം. അത് തന്നെ നമ്മൾ തന്നെ വെൽപെപ്പർ എത്തിയിട്ടുണ്ട്. അതിൻ്റെ റിസപ്ഷനിലാണ് നമ്മുടെ ഓണർ ആയിരിക്കുന്നത്. എങ്ങനെ ചേട്ടാ, എങ്ങനെയുണ്ട് ഇവിടുത്തെ കച്ചവടമൊക്കെ? ഇപ്പോൾ കുഴപ്പമില്ല, കച്ചവടം ഉണ്ടോ? ഇപ്പോൾ നാളെ ഈ സാധനം തുടങ്ങിയിട്ട് ഒരു 8 മാസമായിരുന്നു തുടങ്ങിയിട്ട്. ഓക്കെ. ഇത് എത്ര മണി തൊട്ട് സ്റ്റാർട്ടിങ് ഓപ്പൺ ആവുന്നത്? രാവിലെ 11 തൊട്ട് വൈകുന്നേരം 11 മണി വരെ. ഓക്കെ. ഞങ്ങൾ ഇവിടുന്ന് അൽഫാം ചിക്കൻ ഓർഡർ ചെയ്ത് കഴിക്കാൻ പോകും. നല്ലതെന്ന് പറയും, മോശമെന്ന് പറയും, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ. അന്നേരം വേണ്ട ധാരാളം കസ്റ്റമർ വരുന്നുണ്ട്, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അന്നേരം വേണ്ട ഇവിടെ നീണ്ട നിരയുണ്ട്, ലിസ്റ്റ് ഉണ്ട്, കുറേ ഐറ്റംസ് ചിക്കൻ്റെ കുറേ ഐറ്റംസ് കിട്ടും. അതിൽ നമുക്ക് ഒരുപാടുണ്ട്, എല്ലാം കൂടി വാങ്ങിച്ച് കഴിക്കാനുള്ള ടൈമില്ല, അല്ലെങ്കിൽ വയറ് വേണമല്ലോ. ഇത് നമ്മൾ വലിയ വയറുള്ള ആൾക്കാരൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ അൽഫാം എന്നാണ് പറഞ്ഞത്, അതൊന്നും നമുക്ക് കഴിച്ച് നോക്കാം. എങ്ങനെ ചിക്കൻ അൽഫാമൊക്കെ വേണ്ട ഗാർണിഷൊക്കെ ചെയ്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. മയോണസ് ഉണ്ട്, പിന്നെ നമ്മുടെ സാൾട്ടുണ്ട്, കൂമ്പറ അങ്ങനെയുള്ള ഐറ്റംസ് ഇട്ട സാൾട്ട്, ചിക്കനുണ്ട്, പിന്നെ ഇതിൻ്റെ വണ്ടയ്ക്ക് നാരങ്ങയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കൂടെ ഒരു പ്രസൻറ്റേഷൻ അവർ ചെയ്തേക്കുന്നത്, കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടു, പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെട്ടു. കൂട്ടത്തിൽ തന്നെ കുക്കൂസൊക്കെ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്, ഇപ്പോൾ ബോയിൽ ചെയ്തൊന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കൂസ് വേണമെങ്കിൽ നമുക്ക് ഓർഡർ പ്രകാരം എത്ര വേണമെങ്കിൽ നമുക്ക് കുക്കൂസ് വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ഇതുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കാനാണ് അടുത്ത ഭാഗമുള്ളത്. ഐറ്റംസ് വന്ന് ഇനി ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണുള്ളത്. നമുക്ക് അന്നേരം കുക്കൂസ് കണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ വേണ്ട ഒരു പീസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. മയോണൈസ് ഉണ്ട്, അത് ശകലം അങ്ങോട്ട് ഒഴിക്കണം, ചെറുതായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കണം. കൂട്ടത്തിൽ ഒരു മുളകുണ്ട്, മുളക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മുളക് വേണ്ട കണ്ടോ, ഇത് കണ്ടോ, നല്ല എരിവുള്ളതാണ്. ആദ്യം മുളകേ തുടങ്ങാം, എരി ഉണ്ടെങ്കിൽ നോക്കാമല്ലോ. നല്ല വലിയ എരിവൊന്നുമില്ല, അത്യാവശ്യം നല്ലപോലെ എസൻസൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഉള്ളത് ഈ മയോണൈസൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വേണ്ട മയോണൈസൊക്കെ എടുത്തിട്ട് വേണ്ട ഇങ്ങനെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ ചിക്കൻ കൊണ്ടുണ്ട്, തൊട്ടിട്ടില്ല, ചിക്കനെ തൊട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ടേസ്റ്റ് എങ്ങനെ ഉണ്ട്. നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഉള്ളത് ഇതിൻ്റെ അത് സാൾട്ടൊക്കെ നമുക്ക് കൂട്ടത്തിൽ കഴിക്കാൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് ഇനി എത്രയാണെന്ന് അറിയത്തില്ല, നമുക്ക് അവിടെ ചെന്ന് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ പോയി ചെന്നാൽ ചോദിക്കാം എത്ര ആവുമെന്ന് ചോദിക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ ഉള്ള ഗാർണിഷൊക്കെ ചെയ്തത് വേറെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. എന്നാലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പത്തനംതിട്ടയിൽ വെട്ടിപ്പുറത്ത് റിംഗ് റോഡിനോട് സ്ഥലത്ത് അടുത്തുള്ള ഒരു വെൽപെപ്പർ എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഇവിടെ വന്ന് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡാണ്. ചിക്കൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോകാം, ഓരോ തവണ തന്നെ വന്ന് പോകാം. ഇവിടെ വരുന്നവർക്ക് തന്നെ എളുപ്പം തന്നെ വരുന്ന നല്ല വ്യത്യസ്തമായ ഫുഡ് കിട്ടുന്നൊരു കട കൂടിയാണ് ഈ വെൽപെപ്പർ. അന്നേരം വന്ന് കഴിച്ച് നോക്കാം. നമ്മളന്നേരം കഴിച്ചോണ്ടിരിക്കുക, ബാക്കി വായി വെള്ളം ഊർന്നു, അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചു തീർക്കട്ടെ. നമ്മൾ പിന്നെ എക്സ്ട്രാ നല്ല കുക്കൂസ് പറഞ്ഞിട്ടുണ്ട്, 400 പറഞ്ഞിട്ടുണ്ട്, അവർ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് ശരിപ്പെടുത്താം അല്ലേ? അതെ, ഇതൊന്നും അകത്താകുന്ന പരിപാടിയൊന്നും നോക്കാം നമുക്ക്. നമ്മുടെ വിമലാണെങ്കിൽ ഇതെല്ലാം കഴിച്ച് ടേസ്റ്റ് ഏകദേശം പറഞ്ഞു. ഞാനിവിടെ കഴിച്ച് നോക്കിയിട്ട് പറയാം.
ചിക്കനൊക്കെ നല്ലപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രില്ലായിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ നല്ലപോലെ ഗ്രില്ലായിട്ടുണ്ട്. ചിക്കനൊക്കെ അങ്ങോട്ട് എടുത്ത് മയോണൈസിലൊക്കെ ഒന്ന് മുക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് നിങ്ങളിവിടെ വരണം, വന്ന് കഴിച്ചു നോക്കണം, അപ്പോൾ അറിയാൻ പറ്റും. അത് തന്നെ ഞങ്ങളെന്നെ പറഞ്ഞ് നല്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. ചിക്കനൊക്കെ വേണ്ട ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന ഒരു ഫീലിംഗ് അടിപൊളിയാണ്. അപ്പോൾ ചിക്കൻ ഐറ്റംസിൽ ഒരു വെറൈറ്റി ധാരാളം ഡിഷുകൾ കിട്ടുന്ന ഒരു കട കൂടിയാണ് നമ്മുടെ ഈ വെൽപപ്പർ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ധാരാളം പേര് ഇവിടെ വരുന്നതും ഫുഡ് കഴിക്കുന്നതും. ഫാമിലിയായിട്ട് ധാരാളമായിട്ട് വരും. ചിക്കൻ ഉൾപ്പെടെ ഷവർമ ഉൾപ്പെടെ എല്ലാ ഐറ്റംസും കിട്ടും. ഷവർമയൊക്കെ കറക്റ്റ് 7 മണിയാകുമ്പോൾ 7 മണി 7:30 വരെ ഉൾപ്പെടെ അപ്പത്തിനുള്ളിൽ തന്നെ വന്നാലേ ഷവർമ കിട്ടും. അത് കഴിഞ്ഞാൽ തീർന്നു പോകും. ഇത് അന്നേരം 11 മണി വരെ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 11 മണി വരെയാണ് ഈ ഷോപ്പ് ഇവിടെ റെസ്റ്റോറൻറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ധാരാളമായിട്ട് ആൾ വരുന്നുണ്ട്. ഫുഡ് നല്ല ഫുഡ് തന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. ടേസ്റ്റുള്ള ഫുഡ് തന്നെയാണ്. നമ്മൾ നേരത്തെ വന്ന് കഴിച്ചിട്ടുള്ള. അന്നേരം അതിനെ കുറിച്ച് ധാരാളം സുഹൃത്തുക്കൾ പറഞ്ഞു ഇവിടെ നല്ല ഫുഡുകൾ കിട്ടും, അന്നേരം വന്ന് കഴിച്ച് നോക്കണമെന്നൂടെ ഒന്നുകൂടി പറഞ്ഞപ്പോൾ നമ്മൾ സംഗീത ഒരു വീഡിയോ എടുക്കാൻ നിർത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇനി തിന്ന് തീർക്കാനുള്ള തിന്ന് തീർത്തിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. എല്ലാ ഐറ്റവും കേട്ടോ. സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതെന്തായാലും ഗ്യാരണ്ടിയുടെ സാധനം. അത് നിങ്ങൾ സമയം എത്തുന്നവരൊക്കെ ഇതിലെ പോകുന്നവരൊക്കെ ഈ ഫുഡൊക്കെ വാങ്ങിച്ചൊന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അത് തന്നെ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തേക്കണം. ഇതില്ലേ ചിക്കനൊക്കെ വലിയ പൊക്കുന്ന അവധി കഴിച്ച് ഏകദേശം എല്ലാം ആയി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇത്രയും തീർത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ തീർക്കുക. അതൊരു തീർത്തിട്ട് ആക്കി കഴിച്ച് പറയാം. ചിക്കൻ്റെ ഐറ്റം ധാരാളം കൊണ്ട് വലിയൊരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് ഈ കടയിൽ കേട്ടോ. ചിക്കൻ കൊണ്ടുണ്ടാകുന്ന ഫുഡുകൾ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നു തോന്നുന്നു. ശ്രദ്ധയെ ആകർഷിക്കുക അതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞു. ഇനി ഫ്രഷ് ലൈം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കഴിക്കാം. ഫ്രഷ് ലൈം ഇവിടെ തന്നെ ഫ്രഷ് ലൈം പറഞ്ഞ അതിന് നമ്മൾ കഴിച്ചത് അൽഫാം കഴിച്ചു, കുക്കൂസ് കഴിച്ചു. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ 4 കുക്കൂസ് കൂടെ പറഞ്ഞു, അതും കഴിച്ചു. രണ്ടാമത് ഫ്രഷ് ലൈം കൂടെ പറഞ്ഞു, അതുകൂടെ ഒന്ന് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ട്. നല്ല ഐറ്റം, സൂപ്പർ ഐറ്റം, ഒരു രക്ഷയില്ല കേട്ടോ. ചിക്കൻ പോലുള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ ഇതുപോലുള്ള ഫ്രഷ് ലൈമൊക്കെ മാറ്റി കുടിക്കാൻ നല്ല ദഹനത്തിലൊക്കെ. അത് തന്നെ ഒരു ദഹനത്തിന് നല്ലതായിരിക്കും ഫ്രഷ് ലൈം കുടിക്കുന്നത്. അന്നേരം നല്ല ഫുഡാണ്. നമുക്കിനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി അവർ കൗണ്ടറിൽ പോയിട്ട് എത്ര രൂപയായി നോക്കാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് അറിയണ്ടേ അല്ലേ? അത് തന്നെ. എന്നിട്ട് നമുക്ക് അതൊന്ന് ചോദിച്ച് നോക്കാം. ഇവിടെ അടുത്തുള്ള കുറേ സുഹൃത്തുക്കളാണ് ഇവർ തന്നെ ഇവിടെ വന്ന് കഴിക്കാനൊക്കെ വരുന്നത്. എങ്ങനെയുണ്ട് ഇവരുടെ എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം. നിങ്ങളെങ്ങനെ ആദ്യമായിട്ട് വരുന്നതാണോ? ഞങ്ങൾ നേരത്തെ വന്നിട്ടുള്ളൂ. എങ്ങനെയുണ്ട് ഫുഡ്? നല്ല ഫുഡ്, നല്ല നീറ്റ്. എല്ലായിടത്തും ഷവർമ വെച്ച് നോക്കുമ്പോൾ നല്ല നീറ്റ് ഷവർമ, നല്ല റോളാണ്, നല്ല പ്ലേറ്റ് ഷവർമ, നല്ല ടേസ്റ്റാണ്. വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഷവർമ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പത്തനംതിട്ട നോക്കി ഏറ്റവും നല്ല ഷവർമയാണ് കൊടുക്കുന്നത്. എങ്ങനെ പേരൊക്കെ? അബി, അമൽ, സജീർ. ഇവർ സ്ഥിരം വീട്ടിൽ നിന്നൊക്കെ ചാടി വന്നതിന് കഴിക്കാം. ഇവിടെ സ്ഥിരം കസ്റ്റമറാണ് ഡെയിലി. ഇവർക്ക് ഷവർമ ഏറ്റവും ഇഷ്ടമാണ് അല്ലേ? പത്തനംതിട്ട പലയിടത്തും കഴിച്ചിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് അല്ലേ? എങ്ങോട്ടാ റേറ്റിൽ എങ്ങനെയുണ്ട്? കംഫർട്ടോ, കുഴപ്പമില്ല. ചേച്ചി വലിയ റേറ്റ് ഒന്നും ഇല്ലെന്ന് അവർ പറയുന്നത്. അപ്പോൾ പരിചയപ്പെട്ടത് സന്തോഷം. അപ്പോൾ നമ്മളവിടെ ഒരു ഹാഫ് അൽഫാം ചിക്കൻ വിത്ത് ലൈം ജ്യൂസ് രണ്ടെണ്ണം കുടിച്ചു. അങ്ങനെ നമുക്ക് ബില്ല് കിട്ടിയിട്ടുണ്ട് 250 രൂപ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ റേറ്റാണ്, വലിയ റേറ്റ് ഒന്നുമില്ല, ആവറേജായ റേറ്റേ ഉള്ളൂ. ഫുഡും നല്ല ഫുഡാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എന്തായാലും ബില്ല് പേ ചെയ്തേക്കാം. തിരക്കുള്ള അത്യാവശ്യം കുഴപ്പമില്ലാതെ തിരക്കുള്ള കട കൂടിയാണ് വെൽപെപ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കണം. ഇതുപോലെ വ്യത്യസ്തമായ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ഫൈൻ ഓഫ് ബൈ ഓൺലൈൻ ട്രാവൽടെക് ബൈ. സീ യു.